ഹലോ ഫ്രണ്ട്സ്, കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ കുറേ പേര് ജെനുവിനായിട്ടുള്ള ട്യൂഷൻ സൈറ്റ്സിനെ കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അതിലൊരെണ്ണമാണ് ഇന്ന് പറയുന്നത്, പ്രീ പ്ലേ. ഞാനപ്പോൾ ഓരോന്നും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എത്ര ഏണിങ്സ് കിട്ടും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൽ പറയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പ്രീ പ്ലേ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ്. നമുക്ക് പുറത്തുനിന്നുള്ള കുട്ടികളെയും കിട്ടും. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് പഠിപ്പിക്കാം. അതേപോലെ തന്നെ പല സബ്ജക്റ്റുകളും പഠിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ട്യൂട്ടറായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ബിക്കം എ ട്യൂട്ടർ ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് നമുക്ക് സൈൻ അപ്പ് ചെയ്യണം. നമുക്കൊരു പ്രൊഫൈൽ ഉണ്ടാക്കണം. അപ്പോൾ ഇതിൽ വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ടൊരു നമ്മുടെ ഫോട്ടോ വേണം. അതേപോലെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ, നമ്മുടെ എക്സ്പീരിയൻസും എന്തുകൊണ്ട് നമ്മൾ ട്യൂട്ടറായിട്ട് ഒരു സ്റ്റുഡൻറ്റ് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോയും കൂടെ ആവശ്യമുണ്ട്. ദെൻ ബാക്കി ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് അവരത് വെരിഫൈ ചെയ്തിട്ട് അപ്രൂവ് ചെയ്യും. അതിന് ശേഷമാണ് ബാക്കി നമ്മുടെ സബ്ജക്റ്റൊക്കെ ആഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതിൻ്റെ താഴെ കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കി, ഇത് നമുക്കറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ആദ്യത്തേത് സെറ്റ് യുവർ ഓൺ റേറ്റ്. അതായത് നമുക്ക് നമ്മുടെ റേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇംഗ്ലീഷ് ട്യൂട്ടറിന് ആവറേജ് 15 to 25 ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ എപ്പോഴും നമ്മളെടുക്കുന്ന സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും നമുക്ക് റേറ്റ് ഇടാൻ പറ്റുക. കുറഞ്ഞ റേറ്റ് ഇടുവാണെങ്കിൽ നമുക്ക് കൂടുതൽ കുട്ടികളെ കിട്ടും. വൺസ് നമുക്ക് എക്സ്പീരിയൻസ് ആയതിന് ശേഷം വേണമെങ്കിൽ നമ്മുടെ എമൗണ്ട് കൂട്ടാം. ഇനി അടുത്തത് ടീച്ച് എനി ടൈം എനിവെയർ. അതിപ്പോൾ എല്ലാ ഓൺലൈൻ ട്യൂട്ടറിങ് സൈറ്റുകളും നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ അടുത്തത് വളരെ പെട്ടെന്ന് വൺസ് വെരിഫൈ ചെയ്താൽ 3 daysനുള്ളിൽ നമുക്ക് ക്ലാസ് എടുത്ത് തുടങ്ങാം എന്നാണ് പറയുന്നത്. സോ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ 180 കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ കിട്ടും. അതായത് നമ്മുടെ അവൈലബിൾ ടൈമിംഗ് നോക്കി നമുക്ക് ക്ലാസ് എടുക്കാം. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ രാത്രിയാണ് നമ്മൾ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് USA നിന്നോ കാനഡയിൽ നിന്നോ ഒക്കെയുള്ള സ്റ്റുഡൻസിന് വേണമെങ്കിൽ എടുക്കാം. അല്ല ഡേ ടൈമിൽ നമുക്ക് എടുക്കാനാണെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയ പോലെയുള്ള കൺട്രി എടുക്കാം. അങ്ങനെ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ടൈമിനനുസരിച്ച്. ദെൻ ഇതിൻ്റെ അകത്ത് കുറച്ച് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ അത് ലാസ്റ്റാണ്. ഓക്കെ, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് വാട്ട് സബ്ജക്ട്സ് ക്യാൻ ഐ ടീച്ച്. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ്, അതായത് ഇവിടെ കുറേ സബ്ജക്ട്സ് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ 100+ സബ്ജക്ട്സ് ആണ് പറയുന്നത്. അതിൽ ലാംഗ്വേജ് ഉണ്ട്, സ്കൂൾ യൂണിവേഴ്സിറ്റി സബ്ജക്ട്സ് ഉണ്ട്. ഇതിലേത് വേണമെങ്കിലും. അതേപോലെ നമ്മുടെ ഹോബീസ്, ആർട്ട്, ഇപ്പോൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അങ്ങനത്തെയൊക്കെ പഠിപ്പിക്കാൻ സാധിക്കും. ദെൻ ഹൗ ഐ ബിക്കം ആൻ ഓൺലൈൻ ട്യൂട്ടർ അറ്റ് പ്രീ പ്ലേ. അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മുടെ ബേസിക് ഇൻഫർമേഷൻസ് അപ്ലോഡ് ചെയ്യണം. നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ അടുത്താണ് അപ്ലോഡ് യുവർ ഹെഡ്ഷോട്ട് ഫോട്ടോ. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മളെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വീഡിയോ തയ്യാറാക്കി വെക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഫോട്ടോയും ഉണ്ടായിരിക്കണം. അപ്പോൾ വീഡിയോ അപ് ടു 2 minutes ലോങ് ആണ്, അതിനുള്ളിൽ വരുന്ന രീതിയിലാണ്. അതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കയറി നോക്കുവാണെങ്കിൽ ഇതിൻ്റെ എല്ലാം റിക്വയർമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ, ക്ലിയർ ആയിട്ടൊരു ഫോട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വെരിഫിക്കേഷന് കുറച്ചുകൂടെ സമയമെടുക്കും. നമുക്ക് അപ്ലോഡൊക്കെ ചെയ്യേണ്ടി വരും. ഇനി വൈ ഷുഡ് ഐ ടീച്ച് ഓൺ പ്രീ പ്ലേ. സോ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരെ കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് വാട്ട് കമ്പ്യൂട്ടർ എക്യുപ്മെൻറ്റ് ഡു ഐ നീഡ് ടു ടീച്ച് ഓൺ പ്രീ പ്ലേ. അപ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഒരു ലാപ്ടോപ്പ്, സ്റ്റേബിൾ ഇൻ്റർനെറ്റ് കണക്ഷൻ, വെബ് ക്യാം, മൈക്രോഫോൺ ആണ്. പിന്നെ നിങ്ങൾ ഈ മാത്സ് പോലുള്ള സബ്ജക്ട്സ് ഒക്കെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു റൈറ്റിംഗ് ഡിവൈസ് ഉള്ളത് നല്ലതായിരിക്കും. പെൻ ടാബ് ഉള്ളത് നല്ലതായിരിക്കും. ഞാനത് നേരത്തെ
വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് ഞാൻ ഏതാ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. വളരെയധികം ഇതേപോലത്തെ പെൻ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുക. അത് എല്ലാത്തിനും വേണ്ട. ഇപ്പോൾ ബോർഡിൽ എഴുതേണ്ട സബ്ജക്ട്സ് ആണെങ്കിൽ നിങ്ങൾ അതും കൂടെ കരുതി വയ്ക്കുക. പിന്നെ അടുത്തത്, ഈസ് ഇറ്റ് ഫ്രീ ടു ക്രിയേറ്റ് എ ട്യൂട്ടർ പ്രൊഫൈൽ ഓൺ പ്രീപ്ലേ? അതാണ് ഏറ്റവും ഹൈലൈറ്റ്. പ്രീപ്ലേയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് കാശ് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് സ്റ്റുഡൻസിനെ കിട്ടിക്കഴിയുമ്പോഴത്തേനും അതിൻ്റെ നമ്മൾ എത്രയാണ് എമൗണ്ട് ഇട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കമ്മീഷനാണ് നമ്മൾ പ്രീപ്ലേക്ക് കൊടുക്കുക. അപ്പോൾ പ്രീപ്ലേ നമുക്കും സ്റ്റുഡൻസിനും ഇടയിലൊരു കണക്ടറായിട്ടാണ് ആക്ട് ആവുക. നമുക്ക് എത്രയാണ് അവേർലി വേണ്ടതെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും പ്രീപ്ലേക്ക് കൊടുക്കുക. അല്ലാണ്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടതിന് നമ്മൾ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഇത് ഒരു സൈറ്റാണ്, ലൈക്ക് ട്യൂട്ടറിങ് സൈറ്റാണ്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇതേപോലെ ഓരോ ട്യൂട്ടറിങ് സൈറ്റുകളും എങ്ങനെ അപ്ലൈ ചെയ്യണം, അതിൻ്റെ അഡ്വാൻറ്റേജ്, അതിനെന്തൊക്കെയാണ് നമ്മൾക്ക് റിക്വയർമെൻറ്റ്സ് ഉള്ളത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ, ഇതിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഒരു ഫോട്ടോ കരുതി വെക്കണം. അതേപോലെ നമ്മളെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ടറി വീഡിയോയും റെഡിയാക്കി വെക്കണം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിൽ സൈനപ്പ് ചെയ്യാൻ വേണ്ടി ഇതിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മോർ ഡീറ്റെയിൽസ് കിട്ടും. ഞാനിപ്പോൾ അത് എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യുന്നതായതുകൊണ്ട് അത് കാണിക്കുന്നില്ല, അത് നിങ്ങൾക്ക് തനിയെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോംസ് അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പെയ്ഡ് ആയിട്ടുള്ള ആപ്സിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് പ്രീപ്ലേ.